കുഴിമാടം, അതിന് ഇംഗ്ലീഷിൽ ഗ്രേവ് എന്ന് പറയും. അതാണ് നാച്ചുറലായിട്ടുള്ള ഒരു സംഭവം. ഞാനിത് പറയാൻ കാരണം, നിങ്ങൾ ഈ പ്രസൻസ് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഈ നിമിഷം മാത്രമേ നമുക്കുള്ളൂ. ഇപ്പൊ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് എനിക്ക് സൺബാത്ത് ഉണ്ട്. രാത്രി ഞാൻ സെക്കൻഡ് ഷോയ്ക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട്. വൈകുന്നേരം 7-8 മണിയാകുമ്പോൾ ജിമ്മ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും നടക്കണമെന്നില്ല. ഇതെല്ലാം എൻ്റെ പ്ലാനിങ്ങാണ്. നമ്മൾ മനുഷ്യന രീതിയിൽ നമ്മുടെ ഇമാജിനേഷനും കാര്യങ്ങളൊക്കെയാണ് ഈ ഫ്യൂച്ചർ. ഈ നിമിഷം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ യഥാർത്ഥത്തിൽ. അപ്പം ഈ നിമിഷത്തിൽ അത്ര പ്രാധാന്യമാണ്. ഒരിക്കൽ നിങ്ങൾ ഈ നിമിഷത്തിൽ വന്നാൽ, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ലൈഫ് ലോങ് ഈ നിമിഷത്തിൽ തന്നെ ജീവിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ നിമിഷത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഒരിക്കൽ നമ്മൾ ഈ നിമിഷത്തിൽ വന്ന് ജീവിച്ചു തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ഫ്യൂച്ചർ ഇല്ല, നമുക്ക് നാളെ ഇല്ല, കഴിഞ്ഞ കാലവും ഇല്ല. എല്ലാം അപ്രത്യക്ഷമായി പോകും. മാത്രമല്ല, നമുക്ക് ഈ നിമിഷത്തിൽ ജീവിക്കുന്നവരെ കണ്ടാൽ മനസ്സിലാവും, മറ്റുള്ളവരെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരാളുടെ ഇപ്പം ടെൻസ്ഡായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ഈ നിമിഷത്തിലല്ല. അയാൾ ഒന്നെങ്കിൽ ഫ്യൂച്ചറിലായിരിക്കും, അല്ലെങ്കിൽ അയാൾ പാസ്റ്റിലായിരിക്കും. അയാൾ ദുരിതം വിതച്ചുകൊണ്ടിരിക്കും ചുറ്റോടും. അയാൾക്കും ദുരിതമാണ്, ചുറ്റോടൊക്കെ ദുരിതമാണ്. ഇപ്പം പ്രസൻസിൽ വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ അതാണ് യഥാർത്ഥത്തിൽ പാസ്റ്റ് ഫ്യൂച്ചറും ശരിക്കും ഡിസപ്പിയർ ചെയ്യും, അവിടെ ഇല്ല ശരിക്കും. അതൊരു മനുഷ്യ മനസ്സിന്റെ ഒരു സൃഷ്ടി മാത്രമാണ്. റിയാലിറ്റിയിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അപ്പം മരണം ഏത് നിമിഷവും സംഭവിക്കാം. നമുക്ക് മരിക്കാൻ നേരത്ത് ബൈ പറയാനൊന്നും സമയമില്ല. അത് സിനിമയെ മാത്രമേ ഉള്ളൂ, കഥയെല്ലാം പറഞ്ഞ് ടാറ്റ കാണിച്ച് മരിക്കുന്നത്. റിയാലിറ്റിയിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കള്, മൂത്ത 2 മക്കള് അന്നയോടും എൽസയോടും ഞാൻ എൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം, ദുഃഖിക്കേണ്ട കാര്യമില്ല. അതാണ് ഞാൻ ഒന്നെങ്കിൽ അടക്കുക, അത് ആ ഗ്രേവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, കുഴിമാടം. ഈ കുഴിമാടത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. പിന്നീട് ആ സ്ഥലം ഐഡന്റിഫൈ ചെയ്യാൻ ഒക്കത്തില്ല ആർക്കും. കാര്യം അവിടെ വേറെ ഒന്നുമില്ല, ജസ്റ്റ് മണ്ണിട്ട് മൂടുന്നേ ഉള്ളൂ. അവിടെ വരേണ്ട കാര്യം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് വരേണ്ട കാര്യമില്ല, മറക്കുക എന്നേ ഉള്ളൂ. എന്നോട് താല്പര്യം ഉണ്ടെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ, മരിച്ചു കഴിഞ്ഞ് പിന്നെ ഒന്നുമില്ല, അതിന്റെ പുറകെ പോവുകയും വേണ്ട. ഒന്നെങ്കിൽ അടക്കുക, അല്ലെങ്കിൽ ദഹിപ്പിക്കുക. ഏത് നിമിഷവും സംഭവിക്കാം. ഇത് ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ നടക്കുന്ന കാര്യമേ ഉള്ളൂ. അത്ര മൈന്യൂട്ടാ ലൈഫ്. ആ മൈന്യൂട്ട് ലൈഫിനെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ലൈഫിന്റെ യഥാർത്ഥ ബ്യൂട്ടി അവിടെ ഇരിക്കുന്നത്. വേറെ എങ്ങുമല്ല, ഈ നിമിഷത്തിലാണ്. വേറെ ഒരിടത്തുമല്ല, വേറെ മറ്റൊന്നുമില്ല. ബാക്കിയെല്ലാം ഇല്യൂഷൻ, ഇമാജിനേഷൻ മാത്രമാണ് ബാക്കിയെല്ലാം. ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ അടക്കുകയോ ദഹിപ്പിക്കുകയോ എന്തുകൊണ്ടും ചെയ്തു, അതൊന്നും എൻ്റെ പ്രശ്നമല്ല. അത് കഴിഞ്ഞ് മറക്കുകയല്ല. അന്ന് തന്നെ പറ്റുവാണെങ്കിൽ സെക്കൻഡ് ഷോയ്ക്കും പോകാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം സിനിമയ്ക്ക് പോകുമ്പോൾ നമ്മൾ എന്റർടൈൻമെന്റ് മോഡില്ല, ആ മോഡ് ചേഞ്ച് ചെയ്യുക. വേറെ ഒന്നുമില്ല ഇതിനകത്ത്, വേറെ ഒന്നും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ യുണീക്കാണ്, സ്പെഷ്യൽ അല്ല. സ്പെഷ്യൽ ഈഗോ ഉള്ളവരൊക്കെ തോന്നുന്ന സംഭവമാണ്. ഈഗോയിസ്റ്റിക് മൈൻഡ് ഉള്ളവർക്കാണ് എന്തോ പ്രത്യേകത ഉണ്ടെന്ന് തോന്നും. മറ്റേ യുണീക്കാണ്, വേറെ ആരുമില്ല എന്നെ പോലെ. അതാണ് യുണീക്നെസ്. നിങ്ങൾ യുണീക്കാണ്. എപ്പോ നിങ്ങൾ യുണീക്കാന്ന് മനസ്സിലാകുന്നോ, നിങ്ങളുടെ സാധ്യതകൾ മുഴുവൻ ഓപ്പൺ ആവും നിങ്ങളുടെ മുന്നിൽ. അതേസമയം നിങ്ങൾ സ്പെഷ്യൽ ആണെങ്കിൽ അത് ഈഗോ മൈൻഡിന്റെ ഒരു ഭാഗമായിട്ട് വരും. ഞാനൊരു പ്രത്യേക തരത്തിലുള്ള ആളാണ്, ഞാൻ പ്രത്യേക നാട്ടിൽ ജനിച്ചു വളർന്നു, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. മറ്റതങ്ങനെയല്ല.
എന്നെ പോലെ വേറെ ആളില്ല. അതാണ് ആ അനന്തമായ സാധ്യതയാണ് അവിടെ ഉള്ളത്. നിങ്ങൾ യുണീക്കാന്ന് മനസ്സിലാക്കുക. അപ്പൊ യുണീക്കാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക്, ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്റെ യുണീക്നെസ് വെച്ചാ. എന്നെ പോലെ വേറെ ആർക്കും ഇതുപോലെ വീഡിയോ ചെയ്യാൻ സാധിക്കുകയില്ല. അത് ഞാൻ ആ യുണീക്ക് ആയതുകൊണ്ടാണ്. സബ്ജക്റ്റുകൾ വേറെ പറയും, മറ്റുള്ളവർ പറയുന്നുണ്ട്, പക്ഷെ വ്യത്യസ്തമായിരിക്കും. അതാ യുണീക്കാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് യഥാർത്ഥ ബ്യൂട്ടി. നിങ്ങൾ ഈ നിമിഷത്തിൽ ജീവിക്കാൻ വേണ്ടി ഈ നിമിഷത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ശേഷം നമുക്ക് അതിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. ഫസ്റ്റ് അറിയുക, ഇങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. പിന്നെ അതിനുവേണ്ടിയുള്ള മെഡിറ്റേഷന് കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ അവെയറായി നിന്ന് പതുക്കെ പതുക്കെ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റും. വേറെ കാര്യം നമുക്ക് പറയാനും ഒക്കത്തില്ല എത്ര സമയം എടുക്കുമെന്ന്. ചിലപ്പോൾ ഇന്ന് നിങ്ങൾക്ക് സാധിച്ചെന്നിരിക്കും, ചിലപ്പോൾ 5 കൊല്ലം എടുക്കാം, ചിലപ്പോൾ 10 കൊല്ലം എടുക്കാം. അതൊന്നും എനിക്ക് പറയാനേ പറ്റത്തില്ല. അറിയുക, ശ്രമിക്കുക, എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം.